കൂടുതലും ഈ സാധനങ്ങളെല്ലാം കൂടുതലും ലക്ഷ്മിയുടെ കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. ഞാൻ വളരെ ചുരുക്കമേ അതിനകത്ത് ഇടപെടാറുള്ളൂ. കാരണം അത് അവളുടെ ഒരു മേഖലയാണ്. എന്റെ കോണ്ടന്റിന്റെ സ്റ്റൈല് കുറച്ച് ഡിഫറെന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെങ്കിൽ എല്ലാ കണ്ടന്റും നമ്മള് കാണുന്ന പ്രേക്ഷകനെ ഒന്ന് കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന അത്രയും ഒരു നമുക്കിപ്പോ ഉള്ളതല്ലേ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ പോലും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പഴയ കോമഡി സീനുകൾ കണ്ടല്ലേ നമ്മൾ ചെയ്യാറ്. പിന്നെ നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ അത് ഒരാളിനെ പിടിച്ചിരുത്തുക, ആ ഒരു 3 മിനിറ്റ് ആയാൽ പോലും പിടിച്ചിരുത്തുക എന്നുള്ളൊരു സാധനം കൂടെ ഉണ്ടല്ലോ. കുറച്ച് സെക്കൻഡുകളെ ഉണ്ടാവുള്ളൂ, 2 മിനിറ്റ് 3 മിനിറ്റ് പോലും ഉണ്ടാവില്ല. അപ്പോ അതില് നമുക്ക് എങ്ങനെ ഒരാളെ ഹുക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമാണ്. പിന്നെ കോമഡി ഉത്സവം എന്ന് പറയണ ഇത് ചേട്ടൻ ഇപ്പം സിനിമ, സീരിയൽ, ആങ്കറിങ്, അതുപോലെ ഡബിങ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ചേട്ടൻ. അപ്പൊ അത് കൂടെ ഒക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു ജനപ്രീതി നേടിയ ഒരു സാധനം ഇതാണ് കോമഡി ഉത്സവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമുക്ക് മുന്നിൽ എത്തിച്ച ഒരു ഷോ കൂടിയാണ് അത്. അപ്പം കോമഡി ഉത്സവത്തിന്റെ ഒരു എനർജറ്റിക് പാട്ട് എന്ന് പറഞ്ഞാൽ ചേട്ടനെ പറയാം. അപ്പൊ അതിന്റെ ഒരു ഇത് എന്തായിരുന്നു? കോമഡി ഉത്സവത്തിന്റെ ഏറ്റവും വലിയൊരു ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വളരെ കൃത്യമായിട്ട് സംഗീത പറഞ്ഞത് തന്നെയാണ് എന്റെ കാര്യം. സംഗീത പറഞ്ഞ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമുക്ക് കേരളത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. അതും പലപ്പോഴും നമുക്കറിയാം നമ്മുടെ നാട്ടില് പലപ്പോഴും നമുക്കിപ്പം ഞാൻ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ആർട്ടിസ്റ്റ് കമ്മിങ് ഫ്രം എവ്രിവെയർ, നമുക്ക് മലയാളികളായിട്ടുള്ള പല ആൾക്കാർക്കും പലപ്പോഴും വേദികൾ കിട്ടാറില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കത് പറയാൻ പാടില്ല. കാരണം നമുക്ക് ഇഷ്ടംപോലെ വേദികൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കൊരു മൊബൈൽ എടുത്ത് വെച്ചാലും നമ്മുടെ വേദി തന്നെയാണത്. 10 പേര് കണ്ട് ലൈക്ക് ഇട്ടാലും അതിനൊരു വാല്യൂ ഉണ്ടെന്ന് കണക്കാക്കുന്ന ആളാണ് ഞാൻ. പറയുന്നത് വെച്ചാൽ അന്ന് വേദികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമുക്കൊരു ഞാൻ എപ്പോഴും പണ്ട് നമ്മൾ ടെലിവിഷനിൽ ആദ്യം പ്രസന്റ് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവരും പറയും പ്രസന്റബിലിറ്റി എന്നൊക്കെ പറയും. അതായത് നിങ്ങൾ അവിടെ കൊണ്ടിരുത്തിയാൽ ഇതാവണം, അതിനൊരു ലുക്ക് ഉണ്ടാവണം, മറ്റേ അത് ഡ്രസ്ഡ് ആയിരിക്കണം പ്രോപ്പർലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് തിങ്. അതായത് സാധാരണക്കാരന് അപ്രാപ്യമായിട്ടുള്ളതൊന്നുമല്ല. ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞ ബീച്ചിൽ ഓടക്കുഴലിൽ വിറ്റ് നിൽക്കുന്ന കുഞ്ഞമ്മു ചേട്ടനെ നമുക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പറ്റണം. മുല്ലാസായിട്ട് പുല്ലാങ്കുഴലിൽ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരാളും പുള്ളി അവിടെ നിന്ന് പുല്ലാങ്കുഴലിൽ വിൽക്കണ ആളായതുകൊണ്ട് പുള്ളിയെ ഒരിക്കലും കൊണ്ടുവന്ന് സ്റ്റേജിൽ നിർത്തില്ല. പക്ഷെ എന്തൊരു അസാധ്യ ടാലന്റാ പുള്ളി. നമ്മൾ ട്രെയിനിൽ പാടിക്കൊണ്ട് കിടക്കുന്ന ഒരാളെ നമുക്ക് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അതിന്റെ വേറൊരു കാര്യം വെച്ചാൽ സോഷ്യൽ മീഡിയയും ആ രീതിയിൽ വളരെ കൃത്യമായി പോപ്പുലർ ആയ ഒരു കാലഘട്ടത്തിലും കൂടിയാണ് കോമഡി ഉത്സവം വന്നെന്നുള്ളത് അതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ കുറെ ആർട്ടിസ്റ്റുകളെ എല്ലാവരുടെയും മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ എലമെന്റ്. നമുക്ക് അങ്ങനെ ഒരേ ആൾക്കാർക്ക് ഇപ്പൊ അവരുടെ ജീവിതമാർഗം കലയായി. പിന്നെ അതിൽ വന്നിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിലേക്കും അങ്ങനെ ഒരുപാട് ഇതിലേക്ക് പോയിട്ടുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ആ ഷോയിന്റെ ഒരു ദൈവാനുഗ്രഹമാണ്. ആ ഷോയിനെ കൺസീവ് ചെയ്തതും ഷോയിനെ ഇപ്പൊ കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗുണവും കൂടിയാണ്. അപ്പൊ ഷോ കൺസീവ് ചെയ്തത് മിഥിലാജാണ് തുടങ്ങിയിട്ടത്. ഇപ്പൊ ഷോയില് കൂടെ ഉണ്ടായിരുന്ന സതീഷും ഷിബു കുഞ്ചറയുണ്ട്, ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അർജുനുണ്ട്. എല്ലാവർക്കും ഉള്ള വിഷൻ ഒന്ന് തന്നെയാണ്. അതായത് സാധാരണക്കാരന് വേദി കിട്ടണം എന്നുള്ളതാണ് ഇതിനകത്തുള്ള മെയിൻ വിഷൻ.